eyes make me smile, and your little face make me stay. മറ്റൊരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഞാൻ ആദ്യമായി എല്ലാവരെയും ഷോബാസ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അത് കണ്ടില്ലേ, നമ്മൾ ഇത് എന്താ മനസ്സിലായത് എല്ലാവർക്കും, ചോളമാണ്, മക്കാച്ചോളം എന്ന് പറയും. അപ്പോൾ ഈ ചോളം വെച്ചിട്ടാണ് നമ്മളിത് സൂപ്പ് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ഈ ചോളത്തിൻ്റെ കൂടെ നമ്മൾ കുറച്ച് പച്ചക്കറികളെല്ലാം കൂടെ ചേർക്കും. അത് കണ്ടില്ല, നമ്മുടെ ചോളം കൂടെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇത് നമ്മൾക്കിത് ഇതൊന്ന് ചെത്തിയെടുക്കാം. അതുകൊണ്ട് ഓരോന്നോരോന്ന് നമുക്ക് എടുക്കാൻ വലിയ പ്രയാസമായിരിക്കും. അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ ചെത്തിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മളുടെ ചോളെല്ലാം ഇവിടെ നല്ല ഒന്നൊന്നായിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾക്ക് ഇത് കപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഫുള്ളൊന്നും ആവശ്യമില്ല, നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. പിന്നെ നമ്മൾക്ക് സൂപ്പ് ഉണ്ടാക്കാൻ തുടങ്ങാം. പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടറെല്ലാം അലിഞ്ഞ് വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന വെള്ളുള്ളി ചേർത്ത് കൊടുക്കാം. വെള്ളുള്ളി എല്ലാം ഇളം ചുവപ്പായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കാം. സവാളയാണ്, വലിയ ഉള്ളി. ഉള്ളി അധികം ചുവപ്പ് നിറാവൊന്നും വേണ്ട. ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കണ്ട് എനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരുടെയും നന്ദി പറയുകയാണ്. ഇനി ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം. പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വിലയേറിയതാണ്. ഉള്ളി ഇവിടെ കുറച്ചിങ്ങനെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ഒരു ക്യാരറ്റും പിന്നെ 3-4 ബീൻസുമാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചക്കറി ഏത് വേണമെങ്കിലും ചേർക്കാം. ക്യാബേജ്, എൻ്റെ അടുത്ത് ക്യാരറ്റും ബീൻസും ഉള്ളു, അതുകൊണ്ടാണ് അത് ചേർത്തത്. പിന്നെ നമ്മളിതിൽ ഇത് വേവിച്ച കോൺ ചേർക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് അത്രയും മതി. ഇനി നമ്മൾക്കിതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന 2 തക്കാളിയാണ് ചേർത്ത് കൊടുക്കാം. തക്കാളി എല്ലാം ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി നമ്മൾക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. സ്റ്റൗ ഒന്ന് കുറച്ച് താഴ്ത്തി വയ്ക്കാം. 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതൊന്ന് തിളച്ചതിന് ശേഷം നമ്മൾക്ക് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കാം. എല്ലാം ഇവിടെ വെന്ത് പാകമായിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചോളം ഉണ്ടല്ലോ, കോൺ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പച്ചക്കറിയും ചോളവും എല്ലാം കൂടെ ചേർന്ന് ആരോഗ്യത്തിന് നല്ലൊരു സൂപ്പാണിത്. തണുപ്പ് കാലത്തൊക്കെ ഇത് ആരോഗ്യത്തിന് നല്ലതാണ്. നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോർ, ഇതിനൊരു സ്പൂണ് കോൺഫ്ലോറാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾക്കിതിലേക്ക് ചേർത്ത് ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ച് എടുക്കാം. നമ്മൾക്ക് 2-3 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. നമ്മളുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സൂപ്പാണിത്. ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. നമുക്ക് വായ്ക്ക് രുചിയില്ലാത്ത സമയത്തൊക്കെ ഭക്ഷണം കഴിക്കാനൊക്കെ ബുദ്ധിമുട്ട് തോന്നില്ലേ, അപ്പോഴൊക്കെ ഇങ്ങനെ സൂപ്പ് ഉണ്ടാക്കി കുടിച്ചാൽ നല്ല ശക്തിയും കിട്ടും, ഉന്മേഷം കിട്ടും. നല്ല ഇനി ഇതിലേക്ക് നമ്മൾക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിൽ എരിവിന് കുരുമുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ, വേറെ ഒന്നും ചേർക്കുന്നില്ല. എല്ലാം കൂടെ നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. ഇനി അവസാനമായിട്ട് നമ്മൾ കുറച്ച് മല്ലിയുടെ ഇല മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ വെജിറ്റബിൾ കോൺ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമുക്കിനി ടേസ്റ്റ് ഒന്ന് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാം കഴിക്കാൻ പറ്റുന്നൊരു സൂപ്പാണിത്. ഇനി നമ്മൾക്ക് സൂപ്പ് സർവിങ് ഡിഷിലേക്ക് മാറ്റാം.
ഇത് നമ്മളുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തണം. പിന്നീട് വരുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് ഇടുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും. ഷോബാസ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വീക്ഷിച്ച എല്ലാവർക്കും നന്ദി. മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്.